Life with Hit. Very good afternoon and welcome to Life with It on Hit 96.7 FM. This is Maya and Faslu. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ആയിട്ട് നമ്മളെല്ലാവരും ജയസൂര്യയുടെ വെള്ളം എന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്നും എടുത്തതാണ് എന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. ജയസൂര്യ അസാധ്യമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷേ ആ ഒരു ആള് പോലെ തന്നെ മറ്റൊരാളെയാണ് ഇന്ന് നമ്മൾ ഓൺ എയർ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ടുഡേ വി ഹാവ് മിസ്റ്റർ രാകേഷ് ശങ്കരൻ ഹു ഇസ് ജോയിനിങ് അസ്. അപ്പൊ ഇദ്ദേഹം UK-ലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ദുബായില് പ്രോപ്പർട്ടീസിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ വിസ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നു. പക്ഷേ ഈ ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു ഭയങ്കര ഡാർക്ക് ഫേസ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലേ ഫസ്ലു? നമുക്ക് രാകേഷിലേക്ക് വരുന്നതിന് മുമ്പ് രാകേഷിന്റെ കൂടെ വളരെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിരുന്ന ഒരാള് അദ്ദേഹം ആദ്യമായിട്ട് ടീ ടോട്ടലർ എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളത് എങ്ങനെയാണെന്നല്ലേ റോജിന്റെ കഥ ഒന്ന്. റോജിൻ എങ്ങനെയാണ് ആ കഥ കേട്ടിട്ടുള്ളത്? അയ്യോ, അതൊരു വലിയ സംഭവമാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് മാവലിക്കർ ബിഷമൂർ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ അധ്യാപകൻ മാവലിക്കർ ബിഷമൂർ കോളേജിൽ തന്നെ അന്തരിച്ച പ്രിയപ്പെട്ട അനന്തശിവ അയ്യർ, തമിഴ് ബ്രാഹ്മണാണ്. അപ്പൊ മാവലിക്കര കൊട്ടാരങ്ങളുടെ നാടാണല്ലോ. അപ്പൊ മാവലിക്കര പ്രത്യേകിച്ച് കോട്ടകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ കോട്ടകൾക്കകത്താണ് ഇദ്ദേഹത്തിന്റെ വീട്. മാവലിക്കര ബോയ്സ് സ്കൂളിന്റെ തൊട്ട് പുറകിൽ 222 വർഷം പഴക്കമുണ്ട് മാവലിക്കര ബോയ്സ് സ്കൂളിന് തൊട്ട് പുറകിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അവിടെ ഞങ്ങൾ ട്യൂഷന് ചെല്ലുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു 10 പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിപ്പിക്കും. അപ്പൊ അത് നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് എഴുതിക്കൊണ്ട് വരണം. അപ്പം പ്രീ ഡിഗ്രി കാലത്തും എംബോസിഷന്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പൊക്കോണ്ട്. അപ്പൊ അന്ന് പഠിപ്പിച്ചൊരു വാക്കാണ് ടീ ടോട്ടലർ. അപ്പൊ അന്ന് ഞാൻ ആ സ്പെല്ലിംഗ് തെറ്റിച്ചു. കാരണം TEA നമ്മൾ ആ ചായ മാത്രമല്ല കേട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ പഠിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ ശരി ട്യൂഷന്റെ സ്പെല്ലിംഗ് പോലും നമ്മൾ തെറ്റിക്കാറുണ്ട്. TUITIO പല ട്യൂഷൻ സെന്ററിന് മുന്നിലും തെറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം കറക്റ്റ് ആയിട്ട് തന്നെ TEETOTALLER ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നു, മദ്യവിരോധി. അപ്പൊ ഞാൻ സത്യത്തിൽ ഒരു മദ്യവിരോധിയാണ്, പുകവലി വിരോധിയാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ പലയിടത്തും പറയും ഐ എം എ പ്രൗഡ് ടീ ടോട്ടൽ. ഞാൻ എപ്പോഴും ഈ അന്തരിച്ച എന്റെ പ്രിയപ്പെട്ട അധ്യാപനെ ഞാൻ ഓർക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ ട്യൂഷൻ ചെല്ലുമ്പോൾ ഷിബു ഗംഗാർ എന്ന് പറയുന്ന എന്റെ മറ്റൊരു ഫ്രണ്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകനാണ് ഈ രാകേഷ് ശങ്കർ. ഞങ്ങൾ നാട്ടിൽ 2.5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. മാവലിക്കര, പൈനമൂട്, അതിനുശേഷം അറുന്നൂറ്റിമംഗലം. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെയാണ്. ആ 2 വർഷത്തോളം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും ഷിബുവിനൊപ്പം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ട്രോള് കഥകളും ഒക്കെ ആയിട്ടിരിക്കും. 30 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ കണ്ടു. 30 വർഷത്തിന് ശേഷമാണ് അന്ന് പഠിച്ച വാക്കിന്റെ അർത്ഥം റോജിനിപ്പോ തിരിച്ചറിയുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഒരു സാക്ഷാൽ ടീ ടോട്ടലറാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഒത്തിരി സന്തോഷം. എങ്ങനെയാണ് ആ കുടിയനായ ജീവിതത്തിൽ നിന്നുള്ള ആ ഒരു യാത്ര നമുക്ക് തുടങ്ങേണ്ടത്? മുടിയനായ കുടിയനായത് ഇത് വല്ലപ്പോഴും മദ്യപിക്കത്തുള്ളായിരുന്നു. UK-ൽ ചെന്ന സമയത്ത് നാട്ടിൽ വെച്ചും നാട്ടിൽ നിന്ന് സാധാരണ നമ്മള് സാധാരണ കമ്പനി കൂടുമ്പോ ഷെയർ ഇട്ട് അടിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ പരിമിതികൾ കൊണ്ട് വല്ലപ്പോഴും ഉള്ളു. പക്ഷെ UK ചെന്നപ്പോ അവിടെ ഇത് സുലഭമാണ്. വില കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന സാലറി വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് എല്ലായിടും ഉണ്ട്. പതുക്കെ ആഴ്ചയിൽ വീക്കെൻഡിലൊക്കെ കുടിക്കുമായിരുന്നു. പിന്നെ ഗ്രാജുവലി കേട്ടോണ്ടിരിക്കുന്ന ആളുകളോട് ഇത് ഞങ്ങൾ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനല്ല, അവസാനം വരെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കഥയിലെ ട്വിസ്റ്റ് മനസ്സിലാവുള്ളൂ. പകുതി കേട്ടിട്ട് പോയവർക്ക് അങ്ങനെ UK-ലെത്തുന്ന എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? നേഴ്സ് ആയിരുന്നു. ഓക്കെ. അപ്പൊ UK-ലേക്ക് സിംഗിൾ ആയിട്ടാണ് പോകുന്നത്? ആദ്യം ഞാൻ വർക്ക് പെർമിറ്റിൽ പോയി, സീനിയർ കാഡറായിട്ട് പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞിട്ട് വൈഫിനെ കൊണ്ടുപോയി. ഓക്കെ. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്? അത് ആക്ച്വലി അത് വേറെ കഥ. അത് പിന്നീട് പറയാം. എന്നിട്ട് UK-ലെത്തി കുടി തുടങ്ങി. കുടി ഇങ്ങനെ ആദ്യം ജോലി ആക്ച്വലി UK-ൽ ഞാൻ സീനിയർ കെയറായിട്ട് പോയി. വിത്തിൻ 4 years ടൈം. അത് ഈ കെയർ ഹോം ആണ്, നമ്മുടെ ഈ ഓൾഡ് ഏജ് ഹോം. അപ്പൊ അവിടെ ദേവാനുഗ്രഹം കൊണ്ട് ഇതൊക്കെ അവിടുത്തെ നഴ്സിംഗ് ഇത് എടുത്ത് നഴ്സായി, സീനിയർ നഴ്സ്, പിന്നെ ഡെപ്യൂട്ടി മാനേജർ, പിന്നെ മാനേജറും ആകാൻ പറ്റി. അപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ അഹങ്കാരം വരുമല്ലോ. അഹങ്കാരം വരും.
വരും, സ്ട്രെസ്സും ഉണ്ട്. അതെ. അപ്പം മദ്യപാനം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതായി. ഒരു റിലാക്സേഷന് വേണ്ടി മദ്യപാനം ഉണ്ട് സൈഡിൽ കൂടെ. അതിപ്പോ നമ്മളിപ്പോ ഡിപെൻഡ് ചെയ്ത് തുടങ്ങി. അതെ അതെ. അന്നേരം അത് പിന്നെ ഇല്ലാതായി. മീൻസ് അത് ഇല്ലാതെ നമുക്ക് പറ്റില്ലെന്നുള്ള ഒരു ഇതായി. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ കാറ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കുടിക്കും. പിന്നെ കാറിൽ എന്നിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. അങ്ങനെ 2 പ്രാവശ്യം മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചിട്ടുണ്ട്. പിടിച്ച് ബാൻ ചെയ്യും അവിടെ 2 years. എന്നിട്ട് ബാൻ ചെയ്തു. എന്നിട്ട് അടുത്തൊരു സ്റ്റേജ് ബാൻ ചെയ്യുമ്പം അതിന് ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് പിന്നെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് റീഹാബിലിറ്റേഷൻ കോഴ്സ് ഉണ്ട്. നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 25%, അതായത് 2 years ഉള്ള ബാൻ നമുക്കൊരു 1.5 years. അങ്ങനെ അതിലൂടെ ഒക്കെ അവിടെ റീഹാബിലിറ്റേഷനിലൊക്കെ ഇപ്പൊ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും നല്ല പരിചയമാണ് ഇപ്പൊ അവിടെയൊക്കെ. അതെ അതെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയി. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ? ഒത്തിരി സുഹൃത്തുക്കൾ, മദ്യപിക്കുമ്പോ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഈ ഗ്ലാസ് മേറ്റ്സിനെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതെ അതെ അതെ. ഞാൻ അപ്പൊ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും പിന്നെ ഈ സുഹൃത്തുക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവണമല്ലോ. മദ്യപാനം കൊണ്ട് നശിച്ച്, അതായത് ഒത്തിരി ആൾക്കാര് പിന്നെ നമ്മളെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കാതായി. പിന്നെ ഫംഗ്ഷൻ ഒന്നും വിളിക്കാതായി. കാരണം അത് എന്റെ മിസ്റ്റേക്ക് ആണ്. കാരണം അലമ്പാക്കും, ഉറപ്പായിട്ടും അലമ്പാക്കും. ആൾക്കാർ പറയും അവൻ വരുന്നുണ്ട്, പ്രശ്നം. അപ്പൊ വെള്ളം സിനിമയിൽ പറയുന്നുണ്ട്, ഞങ്ങളെ കല്യാണമാണ്, മോളെ കല്യാണമാണ്, 2 ദിവസം നിങ്ങൾ എങ്ങനെങ്കിലും നിങ്ങളുടെ മോനൊന്ന് വീട്ടിൽ പൂട്ടിയിടണേ. അപ്പൊ എന്നിട്ട് പിന്നെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മളെ അടുപ്പിക്കാതായി. പിന്നെ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. അന്നേരത്തേക്ക് പിന്നെ നമ്മളെ ഫാമിലിയെയും ഇങ്ങനെയുള്ള കാര്യത്തിൽ വിളിക്കാതായി. പിന്നെ ഈ നമ്മള് പ്രശ്നക്കാരനാന്നുള്ളപ്പം മനഃപൂർവ്വം വൈൻഡപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞ മനസ്സിലായി, ലവം വരുന്നുണ്ട്, എന്നാ ഇവനെ ചൊറിഞ്ഞേക്കാം എന്നും പറഞ്ഞ് ചൊറിയുമ്പോ നമ്മൾ അടിച്ചിട്ടായിരിക്കും ചെല്ലുന്നത്. നമ്മള് സാധാരണ അവർക്കറിയാം ആ ട്രിഗർ എന്താണെന്ന്. അപ്പൊ അവര് നമ്മളെ വീണ്ടും വൈൻഡപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് നമ്മള് പ്രശ്നമുണ്ട്. അപ്പൊ വൈഫ് പറയുന്നില്ലേ ഇത് നിർത്തണം? വൈഫ് ഒത്തിരി പറയുന്നുണ്ട്. വൈഫ് ആണ് ആക്ച്വലി എന്റെ ജീവിതത്തിൽ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്തതും ആ സമയത്തൊക്കെ എന്റെ കൂടെ നിന്നതും എല്ലാം വൈഫാണ്. പക്ഷെ അവർക്കും ഒരു എന്നാ പറയുന്നേ, അവരുടെ ഒരു അവസ്ഥയെ മെന്റൽ ഹെൽത്ത് സമൂഹത്തിൽ നിന്നും അവർ ഒറ്റപ്പെടും. കാരണം ഇവന്റെ പെണ്ണും വൈഫാണല്ലോ എങ്ങനെയുള്ള ഒരു രീതിയിലുള്ള. ഞാൻ കേട്ടിട്ടുണ്ട് ലണ്ടനിലൊക്കെ ഇങ്ങനെ ആളുകൾ നിന്ന് തെരുവിൽ നിന്ന് വരെ ചേട്ടാ എന്തെങ്കിലും കുറച്ച് കാശ് വരുമോ കള്ളുപിടിക്കാൻ എന്നുള്ള രൂപത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. കടം മേടിക്കുമായിരുന്നു. രാകേഷ് ആക്ച്വലി ഒരു നേഴ്സാണ്, മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. എന്താണ് ഇതിന്റെ ഒരു ദോഷം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നും അറിയാം. എന്നിട്ടും ഹെൽത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഹെൽത്ത് ഈ എപ്പോഴും മദ്യമായതുകൊണ്ട് നമുക്ക് നമുക്ക് അറിയുന്നില്ല. ഇത് പിന്നെ ഡിപ്രഷൻ തരുമല്ലോ. മദ്യം എന്ന് പറയുന്നത് തന്നെ ഡിപ്രഷൻ തരും. അത് നമ്മൾ മദ്യപിക്കുമ്പോൾ നല്ല ഹൈപ്പർ കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അല്ലെങ്കിൽ അപ്പോഴൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്. ജോലി ബാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ബിക്കോസ് യു ഷുഡ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മളൊരു 24 hours എങ്കിലും ഓഫ് ദി ആൽക്കഹോൾ അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് പിന്നെ അതിന്റെ അനുസരിച്ച് അപ്പോഴേക്ക് മാത്രമല്ല ജോലിയിലും കുറച്ച് മാനേജർ പോസ്റ്റിലേക്ക് ആകുമ്പോൾ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ഒന്നും ആയിരിക്കില്ല. ആ സമയം അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ കൂടുതൽ വരുന്നുണ്ടാവുക. ഇങ്ങനെ പോയി ആളുകൾ മുഴുവൻ വെറുപ്പിച്ചു, കുടുംബം ഒറ്റപ്പെട്ടു, മാനസികമായിട്ടും തളർന്നു, ഹോംലെസ് ആയി. ഹോംലെസ് പൊളിക്കാനിട്ടേക്കുന്ന ഒരു അവിടെ GP സർജറി ഉണ്ട്. അപ്പൊ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാതായി. കാരണം ഈ നെയ്ബേഴ്സ് ഒക്കെ പോലീസ് വിളിച്ചു പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കിന് പോലീസ് സോഷ്യൽ സർവീസ് അല്ലേ. നിങ്ങൾ അവിടെ UK മൊത്തം മലയാളികളും പറയിപ്പിച്ചു അല്ലേ? വീട്ടിൽ കയറ്റാൻ പറ്റില്ല. പോലീസിന്റെ പിള്ളേരും വിചാരിച്ചാലും നമുക്ക് കയറാൻ പറ്റത്തില്ല. പോലീസിന്റെ സോഷ്യൽ സർവീസിന്റെ ബാണായി. അവർക്ക് കയറാം, ഫാമിലി അവിടെ അവരെ വീട്ടിലുണ്ട്. പക്ഷെ എനിക്ക് വീട്ടിലോട്ട് ആ ഏരിയയിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനായി. പിന്നെ ഞാൻ വേറെ മാറി താമസിച്ച്. അതും പൊളിക്കാൻ ഇട്ടേക്കുന്ന ഒരു ബിൽഡിംഗ്, ജസ്റ്റ് തറയിൽ, ഫർണിച്ചർ ഒന്നുമില്ല. ഞാൻ നേഴ്സാണ്, ഞാൻ ഏജൻസി ചെയ്യുന്നുണ്ടായിരുന്നു, പൈസ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നങ്ങളുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗാംബിൾ ചെയ്യണം. അവിടെ ഗാംബ്ലിംഗ് സെന്ററുകളുണ്ട്. മദ്യപിക്കുമ്പോ മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലായ്പ്പോഴും. അതെ, എപ്പോഴും മദ്യപിക്കും. അപ്പൊ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഗാംബിൾ ചെയ്യണം. ഗാംബിൾ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ലാസ്റ്റ് 10 പൗണ്ട്, അപ്പൊ ഈ 10 പൗണ്ട് ഇട്ട് ഇനി ഒരു 500 പിടിക്കണം എന്നും പറഞ്ഞു. ചിലപ്പോ അത് അന്ന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഈ ബാൻ ചെയ്തുകൊണ്ട്. ഇപ്പൊ ടാക്സിക്ക് വെച്ചേക്കുന്ന പൈസ എടുത്ത് പിന്നെയും ഗാംബിൾ ചെയ്യും. അവസാനം കൂട്ടുകാരെ വിളിക്കും,
ഒരു 10 പൗണ്ട് മാറ്റ് അല്ല 20 പൗണ്ട് മാറ്റ്. കുറെ കഴിഞ്ഞ് ഇവരാരും ഫോൺ എടുക്കാതായി. ആരും ഫോൺ എടുക്കത്തില്ല നമ്മൾ വിളിച്ച. നാട്ടിലും അതുപോലെ ഞാൻ വിളിച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ വിളിച്ച് തെറി തന്നെ പറയും. നമ്മള് ഫിസിക്കലി ആരെയും അബ്യൂസ് ചെയ്യാൻ പോകത്തില്ല, പക്ഷെ വെർബലി നമ്മള് അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കുമ്പോ നമ്മൾ തിങ്ക് ചെയ്യും ഇന്നലെ ആരെയോ തെറി വിളിച്ചേ, ആരെയോ രാവിലെ എഴുന്നേക്കും ഫോൺ നോക്കാം. രാവിലെ കോൾ ലിസ്റ്റ് നോക്കിയിട്ട് എടാ സോറി എന്താ പറഞ്ഞ അറിയില്ല. അതെ. ഇങ്ങനെ എത്ര കാലം പോയി ഇതിങ്ങനെ? ഇങ്ങനൊരു 3 yearsനടുത്ത് ഓൺ ആൻഡ് ഓഫ് ഇങ്ങനെ ഈ എക്സ്ട്രീം സിറ്റുവേഷൻ മുഴുക്കുടിയൻ ലെവലിൽ പോയി. പോലീസ് പല പ്രാവശ്യം പിടിച്ച് സീഫ്രണ്ടി വെച്ച് ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷുകാർ വന്ന് കോഡ് പറയും, നമ്മൾ തിരിച്ച് പ്രതികരിക്കും. നമ്മൾ ഡ്രാങ്ക് ആയതുകൊണ്ട് ഈ ഒരു പോലീസിനെ വിളിക്കും, പോലീസ് നമ്മളെ പിടിച്ചോണ്ട് പോകും, എന്നിട്ട് അവിടെ സെല്ലിലിടും. സെല്ലെന്ന് വെച്ചാൽ ജയില് പോലെ. അവിടെ ആരൊക്കെ ഉണ്ടാവുക കൂടെ സെല്ലില്? ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റ റൂമാണ്, ഒറ്റ റൂം, സിംഗിൾ റൂം, TV ഒന്നും ഇല്ല, പക്ഷെ ടോയ്ലറ്റ് ഉണ്ട്, ഫുഡ് അവര് തരും. എന്നിട്ട് ഈ അടുത്ത ദിവസം നമ്മുടെ ഈ കെട്ടിറങ്ങി കഴിഞ്ഞു, അതായത് ആൽക്കഹോളിന്റെ ഇത് കഴിയുമ്പോൾ അവര് നമ്മളെ വിടും. അപ്പൊ അന്നേരം എന്ത് കൊടുക്കും, ഈ സ്ട്രെസ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇറങ്ങുമ്പോ തന്നെ നമ്മൾ അടുത്തടി പോലീസ് പിടിച്ചല്ലേ. അതെ, റീസൺ നമ്മൾ നോക്കി മദ്യപിക്കാനായിട്ട് ഇങ്ങനെ എത്ര പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്? അത് പോലീസുകാർക്ക് അറിയുള്ളൂ, കാരണം നമ്മുടെ കയ്യിൽ കിടക്കൊന്നുമില്ലല്ലോ. അത് അപ്പൊ പോലീസുകാരായിട്ട് പിന്നെ നല്ല ബന്ധമായി കാണും. പോലീസുകാർക്ക് അറിയാം, എന്റെ വണ്ടി ഐഡിയ ഒന്നും വേണ്ട, കേറിക്കോ ആളറിയാം. അവർക്കും അറിയാം, നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആകുമ്പോ അവർക്കും അറിയാം ഇങ്ങനെ ഇത് ഈ കാര്യത്തിലാണ്. ഇത്രയും ഒരു ഡാർക്ക് ഫേസിൽ നിന്നും പിന്നെ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് റിയലൈസേഷൻ ഓക്കെ ഇനഫ് ഇസ് ഇനഫ്, ഞാൻ ഒരുപാട് എല്ലാരെയും വെറുപ്പിച്ചു എന്ന് എപ്പോഴാണ് മനസ്സിലായത്? അത് ആക്ച്വലി എനിക്ക് എന്റെ വൈഫിനെയും മക്കളെയും പറ്റി ഓർത്തപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം പല ആൾക്കാരെല്ലാം എന്റെ കൂട്ടുകാരെല്ലാം നല്ല. മക്കൾക്കൊക്കെ ആ ഒരു സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് മൂത്ത ആൾക്ക് ഒരു 12, ഇളയാളൊരു 5 വയസ്സ് 6 വയസ്സ് ആ ഒരു ഏജ്. അവർക്കൊന്നും മക്കള് സ്കൂളിൽ എന്നിട്ട് പറയാൻ പറ്റില്ല ഇതാണ് പപ്പ എന്ന് പറയാൻ പറ്റില്ലല്ലേ? പറയത്തില്ല. അല്ല, അതിനിടയ്ക്ക് ഈ സ്കൂളിൽ വിടാൻ പോകുമ്പോഴും ഞാൻ രാവിലെ ഇപ്പൊ വൈഫിന് ഡ്യൂട്ടി ഉള്ളപ്പോഴായിരിക്കും ഞാൻ ഇവരെ സ്കൂളിൽ വിടുന്നത്. അപ്പൊ എനിക്ക് ഓഫ് ആയിരിക്കും. അപ്പൊ രാവിലെ വൈഫ് പോകാൻ എഴുന്നേക്കുമ്പോഴേ ഞാൻ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഇവളെ കൊണ്ടുവിടും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി നടന്നാലും പോവും. അന്നേരം ഞാൻ അടി തുടങ്ങും 6 o'clock. സോ ബൈ ദ ടൈം സ്കൂൾ ടൈം ഞാൻ ഓൾറെഡി ഡ്രങ്ക് ആയിരിക്കും. ഇങ്ങനെ 4 കാലയിലായിരിക്കും പോകുന്നത്. സോ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഉണ്ടല്ലോ, ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ സേഫ് ഗാർഡിങ് ഓൾറെഡി ആ സമയത്ത് ഉണ്ടായിരുന്നു പ്രോബ്ലംസ്. പക്ഷെ അതൊക്കെ അങ്ങനെയുള്ള ഒരു. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ അവിടെ സ്കൂളിൽ ചെന്നിട്ട് വാള് വെച്ച്, സ്കൂളിൽ ചെന്നിട്ട് ഗ്രൗണ്ടിൽ. ഇതിനപ്പുറത്തേക്ക് ഇനി മക്കൾക്കൊരു അതെ. പക്ഷെ എന്റെ മോൻ ആ സമയത്തും അവൻ ഗ്രാമർ സ്കൂൾ എക്സാമിന്, അവന് ഗ്രാമർ സ്കൂൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എൻട്രൻസ് പോലെ അവിടെ ഉള്ള ഒരു ഇതാണ് ഗ്രാമർ സ്കൂളിലേക്കുള്ള. അതിന് എക്സാമിന് അവൻ പാസ്സായി. അങ്ങനെയൊക്കെ അത് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെയുള്ള ഇതൊന്നും വന്നില്ല. പക്ഷേ മെയിനായിട്ട് ഞാൻ നിർത്താനുള്ള ഒരു ഇത് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മുഖമാണ് എന്റെ മനസ്സിൽ എപ്പോഴും. അപ്പൊ ഇവർക്ക് വേണ്ടി നമ്മളായിട്ട് നമ്മുടെ ഒരാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ എല്ലാവർക്കും ഫാമിലി, അമ്മ, ചേട്ടൻ, ഇവർക്കെല്ലാം. പിന്നെ അമ്മയും അച്ഛനൊക്കെ നാട്ടിലാണല്ലോ ഉള്ളത്. പപ്പ മരിച്ചു, പക്ഷെ അമ്മയുണ്ട്, അമ്മയും ചേട്ടനൊക്കെ നാട്ടിൽ. അവർക്ക് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ചേട്ടനെ വിളിച്ച് ഞാൻ വിഷമം പറയാറുണ്ട് ചില സമയത്ത്. അവരായാലും ഈ പറയുന്നത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എപ്പോഴും ഇപ്പം നഴ്സും കൂടെ ആയതുകൊണ്ട് തന്നെ ഷുവർ ഇപ്പം ഡി അഡിക്ഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ എൻറോൾ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അന്ന് എനിക്ക് അത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇനിയിപ്പോ പറഞ്ഞു തന്നാലും ആരും നമ്മൾ ആ സമയത്ത് കേൾക്കുന്നില്ല. നമ്മുടെ ശത്രുവാ. അതെ. അത് നമ്മൾ ഇപ്പം മദ്യപിക്കരുത്, ഇത് ദോഷമാണെന്ന് പറയുന്നവരാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ വൈഫായിരുന്നു. കാരണം എന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ വൈഫാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഏറ്റവും വലിയ ശത്രു. മക്കള് പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ നിർത്തിക്കൂടെന്നല്ലേ? മക്കള് അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് പറയാർ പ്രോബബ്ലി അവർക്കും അത് അവർക്ക് മനസ്സിലാവാത്ത ആ രാജ്യത്തെ ഒരു സിസ്റ്റം അതാണ്. അതായത് ഇപ്പൊ ഡോൺ കെയർ പോളിസി. എനിക്ക് എന്റെ രീതി, ഞാൻ വർക്ക് ചെയ്യുന്നു, ഞാൻ അതെപ്പോഴും പറയുകയും ചെയ്യും. ഞാൻ എന്റെ പൈസ കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ വെള്ളം അടിക്കുന്നു. നിങ്ങൾ ആര് ചോദിക്കാൻ കൺട്രോൾ മീ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഉണ്ട് ആൾക്കാർക്ക്. എന്നിട്ട് ഇതിങ്ങനെ ഇവരുടെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വീണ്ടും വരാൻ തുടങ്ങി വന്ന്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു, ഞാൻ ചോദിക്കാൻ ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ട് അതിലേക്ക് പോയില്ല? ഇല്ല, അതെ.
അപ്പൊ ആക്ച്വലി ഞാൻ ഡയബറ്റിക് ആണ്, അപ്പൊ ഇൻസുലിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിലൂടെയാണ് ഈ കലാപരിപാടിയല്ല. അത് ഞാൻ അതിന് എനിവേ അത് ഈ ഇൻസുലിൻ ഞാൻ വേനൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പൂസായതുകൊണ്ട് വേനെ കൊണ്ടില്ല. അല്ല, വെയിലെടുത്ത് മരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ആ തീരുമാനിച്ചിട്ട് തന്നെ എടുത്തു. തീരുമാനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തിന്റെ അപ്പൊ എല്ലാവരോടും വാശി. അപ്പൊ അത് വെയിലിന് പകരം നേരെ മസിലിലേക്ക് പോയി, IM പോയി, IV പകരം. അതെ, ID കൊണ്ടുകൊണ്ട് പിന്നെ ഇതായില്ല, പ്രശ്നമായില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, ഇത് ഒരു തവണ 2 തവണ ചെയ്തു. പിന്നെ ഒരു തവണ ഞാൻ അടുത്ത ദിവസം സൂയിസൈഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ കൊണ്ട് ജീസസിനെ സ്വപ്നം കണ്ട്. ബേസിക്കലി ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ ഞാൻ ജീസസിനെ സ്വപ്നം കണ്ട്. അപ്പൊ ഈ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സമയത്ത് എന്നെ കൊണ്ടുവിടുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഒരു സ്റ്റുഡന്റ് വിസ പയ്യൻ. അപ്പൊ ഇവൻ എന്നോട് എപ്പോഴും പറയും, ചേട്ടന്റെ വിസ ഇങ്ങനെ, അവന്റെ വിസയൊക്കെ തീർന്നിരിക്കുന്ന. അപ്പൊ എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ ജോലി, കുടുംബം, വീട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇവൻ ചോദിക്കും, ചേട്ടൻ എന്തിനാ ഇങ്ങനെ നശിക്കുന്നേ, എന്തിനാ ചേച്ചിയെ മക്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ. അപ്പൊ ഇവൻ ഈ പറയുന്ന എന്നോട് എപ്പോഴും കിപ്പോൾ പറയും, ഈ പറയുന്നതാണ് ഞാൻ ജീസസ് ഡ്രീം കണ്ട്. എനിവേ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ പ്ലാൻ മാറ്റി, പിന്നെ ഇത് കണ്ടുകൊണ്ട്. പിന്നെ ഞാൻ ഫൈനൽ എല്ലാമായിട്ട് ഒന്ന് തീരുമാനിച്ച് ഡിസൈഡ് ചെയ്ത് ഇന്ന് എങ്ങനെയായാലും തീർക്കുവാന്ന്. അപ്പൊ അത് 1-2 ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഡിവൈൻ നാട്ടിലൊരു ഡിവൈൻ കോട്ടയുണ്ട്, ഇങ്ങനെ ഡി അഡിക്ഷനൊക്കെ ധ്യാനകേന്ദ്രം, പനിക്കൽ അച്ഛൻ എന്ന് പറഞ്ഞിട്ട്, ജോർജ് പനിക്കൽ അച്ഛൻ. അപ്പൊ ആ അച്ഛൻ അന്നേരം UK ഡിവൈൻ UK. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആരോ അച്ഛനെ വിളിച്ചു പറഞ്ഞ്, ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഇന്ന പോലെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഒരാളെ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ഗാംബ്ലിംഗ് സെന്ററിൽ നിൽക്കുക. തീരുന്നതിന് മുമ്പ് പൈസ തീർക്കാൻ അധികം ഇല്ല, എന്നാലും ഉള്ളത് തീർക്കാനായിട്ട് ലാസ്റ്റ് അങ്ങനെ. അപ്പൊ അവിടെയുള്ള ഒരു ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ച് ഡിവൈനിൽ കൊണ്ടുപോയി, അവിടുത്തെ UK. ഞാൻ എന്നിട്ട് അവിടെ ഒരു 3 മാസം താമസിച്ച് നിർത്തി, കംപ്ലീറ്റ് നിർത്തി. 3 മാസം താമസിച്ച് ജോലിക്കൊന്നും പോയില്ല. ജോലിക്ക് പോകുന്നുണ്ട്, 1-2 ആഴ്ച ലീവ് എടുത്ത്. അപ്പൊ അച്ഛൻ തന്നെ നമ്മുടെ മാനേജറെ കോണ്ടാക്ട് ചെയ്തിട്ട്, മലയാളി മാനേജറായിരുന്നു, അപ്പൊ പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ലീവ് 2 ആഴ്ച ലീവ് തന്ന്. അങ്ങനെ അവിടെ 2 ആഴ്ച ഇന്ന്. ആദ്യമൊക്കെ ഭയങ്കര പറയലായിരുന്നു, കൈ എല്ലാം വിറയ്ക്കും. മെഡിക്കേഷൻ ഒന്നും ഇല്ലാതെ. മെഡിക്കേഷൻ പുള്ളിക്കാരന് അവിടെ ഒരു ഡോക്ടറുമായിട്ട് ഇതുണ്ട്, ഒരു വൈദ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടർ. പുള്ളിക്കാരനുമായിട്ട് ഈ അച്ഛൻ തന്നെ ഡീൽ ചെയ്ത്. അപ്പൊ നമ്മളുടെ കുടിയുടെ ഫ്രീക്വൻസിയും കാര്യങ്ങളും അനുസരിച്ച് ആ ഡോക്ടർ നമ്മള് ഫോൺ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയുന്നതിന്റെ അനുസരിച്ച് പുള്ളി തൈമിൻ, പിന്നെ ബി കോംപ്ലക്സ് ഒക്കെ തരും. അപ്പൊ അങ്ങനെ നിർത്തി അവിടെ 3 മാസം കൊണ്ട് കംപ്ലീറ്റ് നിർത്തി. അച്ഛന്റെ സംസാരം കേട്ടിട്ട് അച്ഛൻ എന്താ പറഞ്ഞു, എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾക്ക്? അച്ഛൻ ആക്ച്വലി അച്ഛൻ ഒരിക്കലും പറയത്തില്ല, എടാ മദ്യപിക്കരുതെന്ന് അച്ഛൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ അച്ഛൻ ചില അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കും. ചില ആൾക്കാരുടെ അനുഭവങ്ങൾ, മദ്യപാനം നിർത്തിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ വന്ന് പിന്നെയും തിരിച്ചു പോയവരുണ്ട്, ചിലര് നല്ല രീതിയിൽ പോകും. അങ്ങനെ പുള്ളിക്ക് പിന്നെ ഇതൊന്നുമല്ല മെയിനായിട്ട് അച്ഛന്റെ പ്രാർത്ഥനയോ അച്ഛന്റെ ഉപദേശമോ ഒന്നുമല്ല. കാരണം ഞാൻ അവിടെ ചെന്ന് പെടുന്നത് എന്റെ മുമ്പിൽ ഒരു വിഷൻ ഇല്ല. മുമ്പിൽ എന്തെന്ന് നമ്മളിപ്പോ ഒരു ഇതിലൂടെ പോകുമ്പോൾ, ടണലിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വെട്ടമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ അച്ഛൻ സ്നേഹം, നമുക്ക് അന്നേരം സ്നേഹമാണ് ഏറ്റവും കുറവ്. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും വെറുക്കപ്പെട്ട ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്, കുടുംബത്താലും നാട്ടുകാരാലും എല്ലാവരും. അപ്പൊ അച്ഛൻ ആ ഒരു സ്നേഹം, ഒരു കരുതല് നമ്മളെ നമുക്ക് തന്നെ ഒരു സെൻസ് ഓഫ് വർത്ത് കൊണ്ടുവരും. അതെ, സംബഡി ഈസ് ദെയർ ടു സപ്പോർട്ട് അസ് എന്നുള്ള ഒരു ഫീല് വരും. അപ്പൊ അച്ഛന് അങ്ങനെയുള്ള ഒരു ഫീല് പുള്ളിയുടെ ഇതിലൂടെ തന്ന് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ അത് നിർത്തി. എന്നിട്ട് അച്ഛൻ തന്നെ ഫാമിലിയുമായിട്ട് പിന്നെ ഒരുമിച്ച് ഞങ്ങൾ ഈവൻ ഡൈവേഴ്സിന്റെ വക്കിൽ വരെ എത്തിയായിരുന്നു. എന്നിട്ടും എനിക്ക് സത്യം പറഞ്ഞാല് അവരെന്നിട്ടും പിടിച്ചു നിന്നു കേട്ടോ. അവര് പിടിച്ചു. വൈഫാണ് ഇപ്പോഴും എന്റെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരിയാണ്. ഇത് ഫേസ്ബുക്ക് ലൈവ് ആണോ? ചിലപ്പോ പക്ഷെ അവിടെ കാണാതിരിക്കട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞോളൂ. അങ്ങനെ നിർത്തി. എന്നിട്ട് അച്ഛൻ തന്നെ ഞങ്ങളെ പിന്നെ ഇത് കൗൺസിലിംഗ് ചെയ്ത് പെതുക്കെ എന്നെ ഒരു ദിവസം വീട്ടിൽ വിടും. എന്നിട്ട് പറയും രാത്രി തങ്ങണ്ട പോരാൻ പറയും. അങ്ങനെ പെതുക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പൊ ഈ പനിക്കൽ എന്ന് പറയുന്ന അച്ഛനെ കാണുന്ന ഏത് വർഷമാണത്? 2018 അച്ഛനെ കാണുന്നത്. ഓക്കെ ശരി. എന്നിട്ട് ഈ അച്ഛൻ തന്നെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്നായപ്പോ അച്ഛൻ പറഞ്ഞിട്ട് അലസന്റെ മനസ്സിലാണ് സാത്താൻ കുടികൊള്ളുന്നത്. അതുകൊണ്ട് നീ 3 ദിവസം ജോലിക്ക് പോയി പിന്നെ ചുമ്മാ ഇരിക്കുമ്പോ നിന്റെ മനസ്സിൽ ഈ ചിന്ത വരും. നീ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു സംരംഭം തുടങ്ങാൻ പറഞ്ഞു.
അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഹോളിസ്റ്റിക് കെയർ എന്നുള്ള ഒരു നഴ്സിംഗ് കെയർ ഏജൻസി തുടങ്ങി. ഓക്കെ. അത് മെയ്യിലാണ് മദ്യപാനം നിർത്തുന്നത്. ഒക്ടോബർ നവംബറോടുകൂടി കേരളപ്പിറവിയുടെ അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം ഞാനും വൈഫും മാത്രമേ ഉള്ളായിരുന്നു. നേഴ്സായിട്ടും കെയർ എന്ന് വെച്ചാൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട്, കിച്ചൺ അസിസ്റ്റന്റ്, അവിടെ ഈ കെയർ ഹോമുകളിൽ സ്റ്റാഫിന്, ഷെഫായിട്ട്, അങ്ങനെയൊക്കെ ആദ്യം ഒരു രണ്ട് വർഷം ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടു. പിന്നെ പതുക്കെ സ്റ്റാഫായി. ഇപ്പൊ നമുക്ക് മോർ ദാൻ 180 സ്റ്റാഫ്, 3 ബ്രാഞ്ച്, UK 3 ബ്രാഞ്ച് ഉണ്ട്. ഇതുണ്ട്. പിന്നെ ഞങ്ങളിപ്പോ ഹോം കെയറും ഉണ്ട്, അതായത് വീടുകളിൽ ആളിനെ വിട്ട് കെയർ കൊടുക്കുന്നത് അവിടെ. ഹോം കെയർ ഇസ് വെരി ബിഗ് ഇൻ UK. ഇതെല്ലാം ലണ്ടനിലാണ്. എവിടെയാണ്? ലണ്ടനിൽ. ഞങ്ങളുടെ മെയിൻ ഓഫീസ് കെന്റിൽ. പിന്നെ എത്ര നാഷണാലിറ്റിയിലുള്ള സ്റ്റാഫ് ഉണ്ട്?